ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ടീം ഡിവിഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പുതിയ ക്യാപ്റ്റനായിട്ടുള്ള ആദില അധികാരം ഏറ്റെടുത്ത് ടീമുകളെ എല്ലാവരെയും ഡിവൈഡ് ചെയ്തു. വെസൽ ടീമിൽ അക്ബർ, അനീഷ്, നെവിൻ എന്നിവരാണ്. കിച്ചൺ ടീമിൽ ലക്ഷ്മി, ബിന്നി, ആര്യൻ എന്നിവരാണ്. അപ്പോൾ ലക്ഷ്മിയോട് ആദ്യം തന്നെ പറയുന്നുണ്ട്, ലക്ഷ്മിയാണ് കിച്ചൺ ക്യാപ്റ്റൻ. അപ്പൊ ലക്ഷ്മിയോട് ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ ഷുഗറിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം, പഞ്ചസാര കെട്ടിപ്പൂട്ടി വെക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് വെക്കണം, അതാകുമ്പോൾ എടുക്കാൻ തോന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ അനീഷ് ഷാനവാസും ഒന്ന് ഉടക്കി നിൽക്കുകയായിരുന്നു. പിന്നെ മറ്റേ സ്റ്റോർ റൂം പ്രശ്നം തന്നെ വീണ്ടും ലൈവിൽ ഒരു വമ്പൻ വഴക്ക് ആയി വീണ്ടും. അത് അനീഷ്, അക്ബർ, ഷാനവാസ് ഇവരൊക്കെ തമ്മിലാണ് വഴക്കുണ്ടായത്. ആദിലയും എല്ലാവരും തന്നെ ഇത് ഏറ്റുപിടിക്കുന്നുണ്ട്. അനീഷ് സ്റ്റോർ റൂമിൽ കയറുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും ഇത്ര ഏനക്കേട്. അതെന്താണ് ഇത്ര ഏനക്കേടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ക്യാപ്റ്റൻ ഉള്ളത് എന്ന് എഴുതിയിരിക്കുന്ന ഒഴിച്ച് ബാക്കി എന്ത് വേണമെങ്കിലും സ്റ്റോർ റൂമിൽ പോയി കളക്ട് ചെയ്യാനുള്ള, അത് എടുത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു അവകാശം അവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്. അല്ലേ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഓതറൈസ്ഡ് പേഴ്സണൽ എന്ന് പറഞ്ഞ ബോർഡ് വെക്കണം അവിടെ. അത് വെക്കാത്തിടത്തോളം കാലം അനീഷിനെന്നല്ല ആർക്ക് വേണേലും അവിടെ കയറാനായിട്ടുള്ള അധികാരമുണ്ട്. അനീഷ് ആദ്യം എത്തുന്നത് അനീഷിന്റെ മിടുക്കാണ്. ഓക്കെ, അതിൽ അനീഷിനെ വിലക്കുന്നത് വളരെയധികം മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെയാണ് വീണ്ടും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടെ വട്ടം കൂടി നിന്ന് പുള്ളിയെ വിലക്കുകയാണ്. അത് തുടക്കം മുതൽ തന്നെ അനീഷ് തുടങ്ങി വെച്ചൊരു കാര്യമാണ് ഈ സ്റ്റോർ റൂമിൽ പോയി ഇത് എടുക്കുക എന്നുള്ളൊരു കാര്യം, ആദ്യം തന്നെ പോയി കളക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അതിലിങ്ങനെ വിലക്കുന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ല. അനീഷിന് കൂടുതൽ ഹൈപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അക്ബറും ആര്യനും ഒക്കെ ഈ നിലപാടാണ് സ്വീകരിക്കുന്നത്. അക്ബറിന്റെ ഒക്കെ ഒരു മെയിൻ ഗെയിമായി മാറിയിരിക്കുകയാണ് ഇത്. അതിൽ തന്നെ പോയി എടുക്കണം, ക്യാപ്റ്റൻ തന്നെ പോയി എടുക്കണം, ക്യാപ്റ്റൻ മാത്രമായിരിക്കണം പോകേണ്ടത് എന്നാണ് അക്ബർ പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് കേട്ടോ, ബാറ്ററി ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും ഞാൻ പോയി എടുക്കുക, അത് എന്റെ വാശിയാണ്. അപ്പൊ ഇത് പിന്നെ ഒരു വമ്പൻ ഒരു വഴക്കിലേക്കൊക്കെ നീങ്ങുന്നുണ്ട്. അനീഷും ഷാനവാസും ഒക്കെ തമ്മിൽ നല്ല വഴക്കാവുന്നുണ്ട്. ഷാനവാസ് പറയുന്നത് ഇത് അനീഷിന്റെ അട്ടിപ്പേർ അവകാശമായിട്ട് കാണുന്നതാണ് പ്രശ്നം എന്നാണ്. ഇത് അക്ബർ ഏറ്റുപിടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഉണ്ടല്ലോ, ഷാനവാസ് ഇതിനകത്ത് കളിച്ച ഒരു വളരെ ഡേർട്ടി ഗെയിം. അത് അക്ബറൊക്കെ തുടക്കം മുതൽ തന്നെ എതിർത്ത് നിന്ന് കളിച്ചതാണെന്ന് പറയാം. പക്ഷെ ഷാനവാസ് ഈ ഉറ്റ സുഹൃത്ത് കളിച്ച് നിന്നിട്ട് ഇതിനെ ഇങ്ങനെ ഈ മാറ്റി ഗെയിം കളിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. സുഹൃത്താണെങ്കിൽ സുഹൃത്ത്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഈ മറ്റേ കളി കളിക്കുന്നത് വളരെ റോങ് ആണെന്ന് മാത്രമല്ല, അത് ആക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ്. അനീഷ് മരുന്നെടുത്ത് കൊടുക്കുന്നതിനെ ഷാനവാസ് ഗെയിമായിട്ടാണ് കാണുന്നത്. പിന്നെ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞത് മാറ്റി പറഞ്ഞു, അനീഷിനാണ് PR ടീമിന്റെ ഉപദേശം കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട്. ഇത് അനീഷ് ആ സമയത്ത് പറയുന്ന ഒരു കാര്യം, ഞാൻ ഹൃദയത്തിൽ നിന്നുമാണ്, ഹൃദയം കൊണ്ടാണ് ഞാൻ മരുന്നെടുത്ത് തരുന്നത് എന്ന് അനീഷ് പറയുന്നുണ്ട്. അനീഷിന് ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ ശരിക്കും ഉള്ളിൽ തട്ടിയ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അനീഷ് അത്രയധികം ആത്മാർത്ഥമായ ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവിടെ ഷാനവാസിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ജയിലിൽ വെച്ച് തന്നെ ഷാനവാസ് ടാസ്ക് ഒന്നും ചെയ്തില്ല, അനീഷാണ് ടാസ്ക് ചെയ്തത്. ഷാനവാസിന് വേണ്ടി ടാസ്ക് ചെയ്തത് അനീഷാണെന്ന് പറയാം. ഷാനവാസ് ഒന്നും ചെയ്യാതെ തന്നെ അവിടുന്ന് ഇറങ്ങുകയായിരുന്നു. അവിടെ ബഹളം ഉണ്ടാക്കി, കച്ചറ ഉണ്ടാക്കിയെന്നല്ലാതെ അവിടെ ഒരു പണിയും ഷാനവാസ് എടുക്കുന്നതായിട്ട് കണ്ടില്ല. ടാസ്കിന്റെ ബേസിസ് നോക്കിയാൽ അനീഷാണ് പണി ഫുൾ ചെയ്തത്. അത് ഷാനവാസിനോട് അത്രയധികം കൺസിഡറേഷനും സ്നേഹവും അനീഷിനുള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എല്ലാത്തിനെയും ഷാനവാസ് ഗെയിമായിട്ടാണ് കാണുന്നത്. അനീഷുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലും ഗെയിമാണ് ഷാനവാസിന്. അത് ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള നമ്മുടെ അഖിൽമാരാര് ഒരു ഇന്റർവ്യൂവിൽ അഭിമുഖത്തിൽ പറയുന്നത് കേട്ടിരുന്നു. ഷാനവാസ് ഒരു സെലിബ്രിറ്റിയും അനീഷ് ഒരു കോമഡറുമാണ്. അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ രണ്ട് ഡിഫറെന്റ് വേൾഡ്സിൽ നിന്നുള്ള രണ്ടുപേര് സുഹൃത്തുക്കളാവുമ്പോൾ അത് പ്രേക്ഷകർക്കും ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ ബിഗ് ബോസിന് ഇത് വേണമായിരുന്നു, ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഊതിപ്പെരിപ്പിച്ച ഒരു സംഭവമാണ്. അനീഷിന് ഇത് ആത്മാർത്ഥമായ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ഷാനവാസിന് ഇത് വെറും ഗെയിമാണ്, പ്യുവർ ഗെയിമാണ്. അനീഷുമായിട്ട് ഒരു രീതിയിലുള്ള ഒരു ആത്മാർത്ഥതയും ഷാനവാസിന് ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇത് രാവിലെ തുടങ്ങി നല്ല ഫൈറ്റ് നടക്കുകയാണ് ഇവര് തമ്മില്. മറ്റേ ആ ഒരു എന്താ പറയാ, ആ ഒരു വാക്കുണ്ടല്ലോ, അത് പ്രൊനൗൺസ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞ്, വായിക്കൊള്ളാത്ത വാക്കാണ് അത്, പ്രൊനൗൺസ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അനീഷ് ചൊറിയാൻ പോയതാണ്. അവിടുന്ന് തുടങ്ങിയ പ്രശ്നമാണ്. പിന്നെ ഈ ഒരു ഷുഗർ മാറ്റി വെക്കുന്ന ആ ഒരു കേസാണെങ്കിലും കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിഷം ഇറക്കിപ്പിച്ചു, തിരിച്ച് ഷുഗർ അവൻ അവിടെ തന്നെ കൊണ്ട് വെച്ചു എന്ന് പറഞ്ഞു, ഒന്നും ഷാനവാസ് ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ഫൈറ്റ് ആവുന്നുണ്ടായിരുന്നു ലൈവിനകത്ത്. അപ്പൊ ഇതൊക്കെയാണ് ലൈവ് അപ്ഡേറ്റുകൾ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനീഷിനെ ഈ വിലക്കും തോറും അനീഷിന് സപ്പോർട്ടും അനീഷിന് ഹൈപ്പും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവർ ഈ ഓർക്കുന്ന പോലെ അനീഷിനെ വിലക്കിയത് കൊണ്ട് അനീഷ് ഡൗൺ ആയി പോകുമൊന്നുമില്ല. പ്രേക്ഷകരുടെ ഉള്ളിൽ ഇതൊക്കെ കിടക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നതും, ഇതൊക്കെ വെച്ചിട്ടാണ് പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം. അപ്പോ അതിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
അനീഷേട്ടൻ ആ ഒരു ഡ്യൂട്ടി അങ്ങ് കൊടുക്കണം. സ്റ്റോർ റൂമിൽ എന്ത് വന്നാലും അനീഷേട്ടൻ പോയി എടുത്തു. അപ്പൊ ആ കോണ്ടന്റ് അവിടെ തീർന്നു. മനസ്സിലായില്ലേ? ആ കോണ്ടന്റ് അവിടെ അങ്ങ് തീർത്ത് വിടണമായിരുന്നു. അതിൽ അത്ര ഭയങ്കര ഗെയിമർ ആയിരുന്നുണ്ടെങ്കിൽ, ഇവരൊക്കെ പറയുന്ന പോലെ ഭയങ്കര ഗെയിമർ ആയിരുന്നുണ്ടെങ്കിൽ അനീഷിന് ആ ഒരു അവകാശം അങ്ങ് കൊടുത്ത് അനീഷിനെ അങ്ങ് ഒതുക്കി ഇരുത്തണമായിരുന്നു. അനീഷിനെ വിലക്കാൻ പോകുമ്പോഴാണ് പ്രശ്നം. അനീഷ് ഇതിൻ്റെ അകത്ത് കളിച്ച ആ ഒരു മറ്റേ ഷുഗറിന്റെ കേസ് തന്നെ ഉണ്ടല്ലോ, ഷുഗർ എടുത്ത് പൂഴ്ത്തി വെക്കുമ്പോഴാണ് പ്രശ്നം, തുറന്നു വെച്ചാൽ പ്രശ്നമില്ല. അപ്പൊ ഏതൊരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ആ വശങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ കളിക്കാനായിട്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് പോവും, കളി നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഇതിപ്പോ കളി ഇവരുടെ കയ്യിൽ നിന്ന് പോയി, പ്രേക്ഷകർ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.